ഹായ് ഫ്രണ്ട്സ്, ലിജോസ് വ്ലോഗിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. പേര് കേട്ടപ്പോൾ ചെറുതായി തെറ്റിദ്ധരിക്കേണ്ട. നമ്മുടെ ചാനലിൻ്റെ പേര് ബീറ്റ്സ് ഓഫ് ലൈഫ് എന്നായിരുന്നു. ഇപ്പോൾ ചെറുത രീതിയിൽ ചാനലിൻ്റെ നെയിം ഒന്ന് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇനി മുതൽ ലിജോസ് വ്ലോഗ് എന്നായിരിക്കും നമ്മുടെ ചാനൽ അറിയപ്പെടുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നത് കാനഡ മൈഗ്രേഷനെ പറ്റിയുള്ള വീഡിയോ ആയിരുന്നു. മാസ്റ്റേഴ്സ് അക്കാഡമി ഇന്ത്യ ചെയർമാൻ MD ശ്രീ ഷാജി ജോർജ് സാറായിരുന്നു നിങ്ങളോട് സംസാരിച്ചിരുന്നത്. ആ വീഡിയോയുടെ തുടർ വീഡിയോയാണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കാനഡ മൈഗ്രേഷനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക. പ്രിൻസിപ്പൽ ആപ്ലിക്കൻ്റ് ഒറ്റയ്ക്ക് പോകാം. അവിടെ ചെന്ന് വിതിൻ 6 months യു വിൽ ഗെറ്റ് എ സർട്ടിഫിക്കറ്റ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയും. അത് കിട്ടിക്കഴിഞ്ഞാൽ PR കൊടുക്കാം. യു ക്യാൻ ടേക്ക് യുവർ ഫാമിലി. ഓക്കെ, ദെൻ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അപ് ടു +2 വരെ ഫ്രീ ആണ്. അതിന് 18 വയസ്സ് വരെ ഓരോ കുട്ടികൾക്കും നമുക്ക് ചൈൽഡ് ടാക്സ്, കുട്ടികളെ നോക്കുന്നതിന് ഗവൺമെൻറ് നമുക്ക് ഇങ്ങോട്ട് പേയ്മെൻറ്റ് തരും. ഓക്കെ, ഇറ്റ്സ് കോൾഡ് ചൈൽഡ് ടാക്സ് ഉണ്ട്, മെഡിക്കൽ ബെനിഫിറ്റ്സുണ്ട്, ഹൗസിംഗ് ലോൺസ് ഉണ്ട്. ഓൾ ദീസ് ബെനിഫിറ്റ്സ് ആർ ഫോർ ദ കാനഡ. അതുകൊണ്ടാണ് എല്ലാവരും ഈ കാനഡ PR ആവശ്യപ്പെടുന്നതും. ഒത്തിരി പേര് എന്ത് ചെയ്യുക, ഈ ഏജൻസികളുടെ അല്ലെങ്കിൽ ഈ മിസ്കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരുടെ ചതിയിൽ പെടുന്നു. അതുകൊണ്ട് ഒത്തിരി എളുപ്പമല്ല. ഓക്കെ, പിന്നെ APPയിൽ ഈ അറ്റ്ലാന്റിക് പ്രൊവിൻസിൽ തണുപ്പ് കുറച്ച് കൂടുതലാണ്. ഓക്കെ, ബട്ട് സ്റ്റിൽ വി ആർ ഗെറ്റിംഗ് പ്രോപ്പർ ജോബ്. ഒരു 3 മാസം കൊണ്ട് 6 മാസം കൊണ്ട് നമ്മളതങ്ങ് ഷൂട്ടാവും. നമ്മുടെ ഈ പോയിരിക്കുന്ന എല്ലാ കുട്ടികളും ഷൂട്ടാവും. ഇത്രയും ആയിരക്കണക്കിന് ആൾക്കാർ പോയിട്ടും ഒരാളും എൻ്റെ അറിവിൽ തിരിച്ചു വന്നിട്ടില്ല. തിരിച്ച് വീടുകളിൽ ലീവിന് വന്നതല്ലാതെ നിർത്തി പോന്നിട്ടില്ല. കാര്യം ആ ബെനിഫിറ്റ്സുകളും ആ ഒരു ഫെസിലിറ്റീസും ദേ ആർ എൻജോയിങ്. ഓക്കെ, അത് നമ്മുടെ ഫാമിലി ഉൾപ്പെടെ നമ്മളിവിടെ സെറ്റിൽ ആകുകയാണ്. വാട്ട് വി ഏൺ വി ക്യാൻ സെൻഡ്. കോമൺലി ചോദിക്കുന്ന ചോദ്യമാണ്, ഓക്കെ, നമുക്ക് അവിടുന്ന് എത്ര % പൈസ അടയ്ക്കാം? എനി ലിമിറ്റേഷൻ? നോ ലിമിറ്റേഷൻസ്. ഓക്കെ, നിങ്ങളുടെ നാട്ടിലേക്ക്, നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ അയക്കുന്ന ടാക്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ എമൗണ്ട് യു ക്യാൻ സെറ്റ്. ലീഗലി യു ക്യാൻ സെറ്റ്. ദർ ഇസ് എ ടാക്സ് സിസ്റ്റം. അപ്പോൾ യു ഹാവ് ടു പേ ദ ടാക്സ്. ഈ ടാക്സ് കൊടുക്കുന്നതിന് യു ആർ ഗെറ്റിംഗ് ദ റിട്ടേൺസ്. നിങ്ങളുടെ മെഡിക്കൽ ഫെസിലിറ്റീസ്, കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്, നിങ്ങളുടെ ഫാമിലി ഫെസിലിറ്റീസ്, നിങ്ങളുടെ അവിടുത്തെ റോഡ് സിസ്റ്റം, ഓക്കെ, നിങ്ങളുടെ അവിടുത്തെ ഹൈജീൻ സിസ്റ്റം, നമ്മുടെ ഹൈജീൻ. സോ വി ഹാവ് ടു പേ ഫോർ ദ സെയിം. എല്ലാവരും മലയാളി ചോദിക്കുന്നു, ടാക്സ് കൊടുക്കണോ? ഈ ടാക്സ് കൊടുക്കാതെ എങ്ങനെ ഒരു ഗവൺമെൻറ് ഇതെല്ലാം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും? പക്ഷെ നമ്മൾ ടാക്സ് കൊടുക്കുന്നതിന് അത് തിരിച്ച് റിട്ടേൺ ആയിട്ട് നമുക്ക് ഈ വക രീതിയിൽ തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരികയാണ്. ഓക്കെ, നമ്മളിലേക്ക് തന്നെ വരികയാണ്. അതെല്ലാ രാജ്യങ്ങളും അതുപോലെ കൊടുക്കുന്ന ടാക്സിന് തിരിച്ച് വന്നിരുന്നെങ്കിൽ എവ്രിവെയർ തിങ്സ് വിൽ ബി സെയിം. ഓക്കെ, ഇനിയും PNP എന്ന് പറയും, ഈ AIPPയിൽ ഡെസിഗ്നേറ്റഡ് എംപ്ലോയേഴ്സ് എന്ന് പറയും. ഡെസിഗ്നേറ്റഡ് എംപ്ലോയേഴ്സ്, ദാറ്റ് മീൻസ് അവിടെ അപ്രൂവ്ഡ് ആയിട്ട് എംപ്ലോയേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിലുണ്ട്. ആ എംപ്ലോയർ ത്രൂ ആണ് എന്ത് ചെയ്യുക, നമ്മൾ അവരെ ഈ കാൻഡിഡേറ്റിനെ എടുക്കുന്നത്. ഫോർ മാസ്റ്റേഴ്സ് അക്കാഡമി വി ഹാവ് എംപ്ലോയേഴ്സ്. അതിൻ്റെ ലിസ്റ്റ് ഞങ്ങളുടെ റിസൾട്ടിൽ ഇപ്പോൾ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നോ കോഡ് കൊടുത്തിട്ടുണ്ട്. ആ നോ കോഡിൽ പ്രോപ്പറായിട്ട് എക്സ്പീരിയൻസ് കാണിക്കാൻ പറ്റുന്ന വ്യക്തികൾക്ക് ദേ ക്യാൻ മൂവ്. ദാറ്റ്സ് ഓൾസോ ഫാസ്റ്റർ. ഓക്കെ, ദെൻ ഇത് ചെയ്യണമെങ്കിൽ ഐ ആം നോട്ട് ഇൻഡിവിജ്വലായിട്ടല്ല ചെയ്യുക. ഓരോ പ്രൊവിൻഷ്യലും IRCCയുടെ അപ്രൂവലുള്ള, ഗവൺമെൻറ് അപ്രൂവലുള്ള ലോയേഴ്സ് വി ഹാവ്. കനേഡിയൻസ്, ഇന്ത്യൻസ് ഓൾസോ. ആ ലോയർ മുഖേനയാണ് നമ്മൾ ചെയ്യുക. ആ ലോയർക്ക് അവിടെ റിട്ടേണിംഗ് ഫീസുണ്ട്. ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഫീസുണ്ട്. ദേ വിൽ ചാർജ് ദാറ്റ് ഫീസ്. ആ ഫീസ് ദാറ്റ്സ് ഫോർ ദ അവേഴ്സ്. ഒരു മണിക്കൂറാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ലോയേഴ്സിന് നമ്മൾ പേയ്മെൻറ്റ്സ് കൊടുക്കുക. സോ ലോയേഴ്സിന് നമ്മൾ ഇവിടുത്തെ ഗവൺമെൻറ് അപ്രൂവ്ഡ് സർവീസ് ചാർജ് ഇസ് ഓൺലി 30,000 rupees. ഇന്ത്യയിൽ ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസിക്ക് ലീഗലി കളക്ട് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് മീൻസ് മാക്സിമം 30,000 rupees per GST. ദാറ്റ്സ് അവർ സർവീസ് ചാർജ്. ബട്ട് നോർമലി കാനഡയിൽ ഒരു വർക്ക് ചെയ്യുമ്പോൾ, ഒരു PR വർക്ക് ചെയ്യുമ്പോൾ യു ഹാവ് ടു പേ ദ ലോയർ ഫീസ് ദേ. അതോരോ പ്രോഗ്രാമിനും ഡിഫറെൻ്റ് ആണ്. ഈച്ച് പ്രോഗ്രാം ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഇനി ഈ ഫേസ്ബുക്കിൽ കാണുന്നത് പോലെ, ഓൺലൈനിൽ കാണുന്നത് പോലെ നിങ്ങൾ ജോയിൻ ചെയ്യൂ, സാലറി കട്ടിങ്ങിൽ സർവീസ് ചാർജ് മേടിക്കാം എന്ന് പറയുന്നതും ദാറ്റ്സ് നോട്ട് ലീഗൽ ദേ. അങ്ങനെ ഏതെങ്കിലും എംപ്ലോയർ അങ്ങനെ സാലറി കട്ടിങ്ങിൽ മേടിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഹി വിൽ ലൂസ് ദ ലൈസൻസ്, ഹി വിൽ ബി ഇൻ ദ പ്രിസൺ. സോ അങ്ങനൊരു സിസ്റ്റം നടക്കില്ല. അത് നമ്മൾക്കും ഈ ജോലി ആസ്പിറൻ്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് ജോലി കിട്ടണം, കുടുംബത്തെ രക്ഷപ്പെടുത്തണം, അങ്ങനെ ചിന്തിക്കുമ്പം എവിടെയെങ്കിലും ഒരു എളുപ്പമാർഗ്ഗം കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചാടും. അങ്ങനെ ചാടി ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ബുദ്ധിമാൻ എന്ന് പറയുന്ന നമ്മുടെ മലയാളീസ് തന്നെയാണ്. സോ വി ഹാവ് ടു തിങ്ക് അബൌട്ട് ദാറ്റ്. ഓക്കെ, അവരുടെ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു തിങ്ക് വെദർ ഏജൻസി ഹാവ് ദ ലൈസൻസ്. കാര്യം മലയാള മനോരമയിൽ ബുധനാഴ്ച തൊഴിലവസരങ്ങൾക്കകത്തൊരു വാണ്ടഡ് അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസിൻ്റെ ഒരു പരസ്യം കൊടുക്കണമെങ്കിൽ ഹി ഷുഡ് ഹാവ് ദ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ലൈസൻസ് വേണം.
ഓക്കെ, വെൻസ് വി ഗെറ്റ് എ ജോബ് ഓഫർ, ആ ഒരു ജോബ് ഓഫർ അല്ലെങ്കിൽ ഡിമാൻഡ് കിട്ടിയാൽ POE പ്രൊട്ടക്റ്റഡ് ഓഫ് ഇമിഗ്രേറ്റ്സ് എന്ന് പറയും. ആ ഇമിഗ്രേറ്റ്സിൻ്റെ പെർമിഷൻ വേണം, ആ ഡിമാൻഡ് ലെറ്റർ അപ്രൂവ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഈ പരസ്യം കൊടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ പരസ്യം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പല ഏജൻസികളും ഇൻഡിവിജ്വൽസ് ഓരോ ഓഫീസ് പോലും ഇല്ലാതെ ഫേസ്ബുക്കിൽ മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതും അതിൽ നമ്മൾ പെടുന്നതും പൈസ നഷ്ടപ്പെടുന്നതും. അതുകൊണ്ട് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ഓരോ പൈസയും ചുമ്മാതെ ഒരാൾ കൊടുക്കാതെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ചെയ്യുക. പിന്നെ നത്തിങ് ഈസ് ഫാസ്റ്റർ, നമുക്കെല്ലാം ക്വിക്ക് വേണം. ഇന്ന് ആപ്ലിക്കേഷൻ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഒരാഴ്ച 2 മാസം കൊണ്ട് പോകണം, നടക്കില്ല. ഒരു LMI പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലോങ്. ഒന്നും ക്വിക്കായിട്ട് നടക്കുന്നത് എന്താ, എക്സ്പ്രസ് എൻട്രിയാണ്, അതും മിനിമം 6 മാസം എടുക്കും. ഇപ്പോൾ കോവിഡ് ആയത് കാരണം ഇൻവിറ്റേഷൻസ് കിട്ടാൻ അതിൽ കൂടുതൽ സമയം എടുക്കുന്നു. എൻ്റെ ആണെങ്കിലും ഏകദേശം 80ഓളം കാൻഡിഡേറ്റ് PR കിട്ടി വെയിറ്റ് ചെയ്യാണ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പം വന്ദേ ഭാരതിൽ അത് റേറ്റ് കുറച്ച് കൂടുതലാണ്, എന്തുകൊണ്ട് കുറച്ച് പേർക്ക് പോകുന്നുണ്ട്. ഈ വെള്ളിയാഴ്ചയും ട്രിവാൻഡ്രത്തു നിന്നൊരു ഫാമിലി, ഹസ്ബൻഡ്, വൈഫ്, 2 kids, ദേ ആർ മൂവിങ്. ഐ വിൽ അപ്ഡേറ്റ് ഇൻ ദി ഫേസ്ബുക്ക്. അപ്പം അത്ര എളുപ്പമുള്ള കാര്യം, ഓരോ പ്രോസസ്സിങ്ങിനും ഓരോ ഡിലേ ഉണ്ട്. ഇനി ഒരു പ്രോസസ്സ് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാലും സംടൈംസ് ഇറ്റ് മേ എക്സ്റ്റെൻഡ്. ചിലപ്പം ഇടയ്ക്ക് വെച്ച് ഗവൺമെൻറ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അത് ഏജൻസിയുടെ ഒരു കുറ്റമല്ല. കാര്യം എവറിത്തിങ് ബേസ്ഡ് ഓൺ ദ കനേഡിയൻ ഗവൺമെൻറ് റൂൾ. ആ റൂൾ ഇപ്പം ഇഫ് യു വോണ്ട് ടു ഗോ ടു കാനഡയ്ക്ക് നമ്മൾ പോകണമെങ്കിൽ അവിടുത്തെ റൂള് അതനുസരിച്ച് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. സപ്പോസ് ഇന്ത്യയിലേക്ക് ഇപ്പോൾ ഒരാൾ വരണമെങ്കിൽ നമ്മുടെ റൂൾ അനുസരിച്ച് മാത്രമേ അയക്ക് വിസ കിട്ടുകയുള്ളൂ. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഈസി ടു ഗെറ്റ് എൻ ഇന്ത്യൻ വിസ. നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ഒരു ഇന്ത്യൻ വിസ കിട്ടുന്ന പോലെ അത്ര എളുപ്പമല്ല. സോ ആ ഓരോ വിസകൾക്കും ഓരോ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്, അതിൻ്റേതായിട്ടൊരു ചട്ടക്കൂടുണ്ട്. അതനുസരിച്ച് മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാത്തിനും ചില ലൂപ്പ് ഹോൾസുകൾ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അതെല്ലാം പലതും എന്ത് ചെയ്യുക, അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചാടുകയാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. സോ വി ഹാവ് APP. I think this PNP, Provincial Nomination Program, ഒരു പ്രൊവിൻസ് മീൻസ് ഒരു സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ ഒരു എംപ്ലോയി നമ്മളെ നോമിനേറ്റ് ചെയ്യാം. അപ്പോൾ ആ PNPക്ക് നമുക്കൊരു എംപ്ലോയർ വേണം. ആ എംപ്ലോയറാണ് നമ്മളെ ആ പ്രൊവിൻസിലേക്ക് നോമിനേറ്റ് ചെയ്യുക. Then you will get a PR. Then you can take your parents. Once you reach over, നമ്മുടെ പേരൻസിനെ കൊണ്ടുപോകും. It's called super visa എന്ന് പറയും, super visa. Yeah, just before what I told you regarding the super visa. ആ സൂപ്പർ വിസ നമ്മുടെ പേരൻസിന് വേണ്ടിയിട്ടാണ്. നമ്മൾ അവിടെ ചെന്ന് PR കിട്ടിക്കഴിഞ്ഞാൽ നോട്ട് ഓൺ സ്റ്റഡി വിസ ഓർ വർക്ക് പെർമിറ്റ്. സ്റ്റഡി വിസയിലും വർക്ക് പെർമിറ്റിലും അത്ര എളുപ്പമല്ല. ഓൺലി ഓൺ ദ PR കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേരൻസിനെ വി കൻ അപ്ലൈ ഫോർ എ സൂപ്പർ വിസ എന്ന് പറയും. അതും കുറെ ക്രൈറ്റീരിയസ് ഉണ്ട്. അതനുസരിച്ച് മാത്രമേ പേരൻസിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിനൊരു വാലിഡിറ്റി ഉണ്ട്. സ്ട്രേറ്റ് അവേ ഇവിടുന്ന് PR പോകാൻ പറ്റില്ല. അവിടെ ചെന്ന് ആ വാലിഡിറ്റി, ആ ക്രൈറ്റീരിയ അനുസരിച്ച്, പ്രൊഫൈൽ അനുസരിച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അവരെ നമ്മൾ PR ഇൻക്ലൂഡ് ചെയ്യാം. ദാറ്റ് ഈസ് കോൾഡ് എ സൂപ്പർ വിസ. സി വെൻ വി ടോക്ക് അബൌട്ട് മാസ്റ്റേഴ്സ്, നമുക്ക് ഇവിടെ മെയിനായിട്ട് മൈഗ്രേഷൻ, കാനഡ മൈഗ്രേഷൻ, എസ്പെഷ്യലി കാനഡ PR ഹോൾഡർ സെറ്റിൽഡ് ഇൻ ടൊറന്റോ. അതിൽ മൈഗ്രേഷനിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ക്യൂബക്കിന്റെയാണ്. ദെൻ കംസ് എക്സ്പ്രസ് എൻട്രി ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ AIPP, അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം ഉണ്ട്. സസ്കേഷൻ ഇമിഗ്രേഷൻ നോമിനേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. Then Alberta AINP ഉണ്ട്, ആൽബർട്ട ഇമിഗ്രേഷൻ നോമിനേഷൻ പ്രോഗ്രാം. ഈ AIP-ൽ 4ഓളം കുക്ക് വിസ കിട്ടിക്കഴിഞ്ഞ ഫെബ്രുവരി വിസ കിട്ടിയതാണ്. വിസ കിട്ടിയതിനു ശേഷം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പോകാൻ പറ്റിയിട്ടില്ല. മേ ബി ബൈ എൻഡ് ഓഫ് ദിസ് മന്ത് അവരെല്ലാം എന്ത് ചെയ്തു, വിസ പോകുന്നു. ഓൾറെഡി കിട്ടിയിരിക്കുന്ന വിസ. ഇനി ഒരു PR വിസ കിട്ടുമ്പോൾ സംടൈംസ് മെഡിക്കലിന് ശേഷം, നമ്മൾ ലാസ്റ്റ് മെഡിക്കലിന് ശേഷം അന്ന് മുതൽ 1 year ആണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുക. മെഡിക്കലിന് ശേഷം 1 year. ഈ മെഡിക്കലിന് ശേഷം 6 മാസം കഴിഞ്ഞാണ് വിസ കിട്ടുന്നതെങ്കിൽ അടുത്തൊരു 6 മാസത്തേക്കായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, വിസ കിട്ടുക. ഇനി മെഡിക്കലിന് ശേഷം നമുക്ക് 8 മാസം കഴിഞ്ഞിട്ട് വിസ കിട്ടുന്നെങ്കിൽ 4 മാസത്തേക്ക് വിസയ്ക്ക് വാലിഡിറ്റി ഉണ്ടാകും. ഇവൻ കഴിഞ്ഞ ലാസ്റ്റ് ഇയർ അവൻ മെഡിക്കലിന് ശേഷം 5 ദിവസം കൂടെ വരാം, 2 ഡേറ്റ് ആവാൻ. ഒരു വർഷം ആവാൻ 5 ദിവസം കൂടി ഉള്ളപ്പോൾ വിസ അപ്രൂവ് ആയിട്ടുണ്ട്. സോ ബിഫോർ ദാറ്റ് അപ്രൂവൽ ഗവൺമെന്റ് വിൽ ഇമിഗ്രേഷൻ കാൻഡിഡേറ്റ് ഡയറക്റ്റ് വിളിക്കും, നിങ്ങൾക്ക് പോകാൻ റെഡിയാണ് എങ്കിൽ മാത്രമേ അവർ ആ വിസ സ്റ്റാമ്പ് ചെയ്യുള്ളൂ. അങ്ങനെ റെഡി ആയിട്ട് കാൻഡിഡേറ്റ് വിസ സ്റ്റാമ്പ് ചെയ്ത് ഇവിടുന്ന് ഡൽഹിയിൽ പോയി, ഡൽഹിയിൽ നിന്ന് തന്നെ പാസ്പോർട്ട് കളക്ട് ചെയ്ത് അന്ന് തന്നെ എന്ത് ചെയ്യാം, കാനഡ കയറിപ്പോയ കുറെ കേസുകളുണ്ട്. ഫോർ ദാറ്റ് ഇപ്പം ടിക്കറ്റിംഗ് അസസിംഗും ടിക്കറ്റ് എടുക്കാനും അല്ലെങ്കിൽ എയർപോർട്ടിലുള്ള സർവീസുകൾ, ഇനി അവിടെ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള അവിടുത്തെ സർവീസുകൾ, അവിടെ ഹെൽപ്പ് ചെയ്യാൻ ലോയേഴ്സ് ഉണ്ട്.
ഓക്കെ. ഐ മീൻ മോസ്റ്റ് ഓഫ് ദ കാൻഡിഡേറ്റ് ഇതൊന്നും ആവശ്യപ്പെടാറില്ല. കാര്യം അവരുടെ എല്ലാം ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലീസ് അവിടെയുണ്ട്. ദേ ടേക്ക് കെയർ അബൌട്ട് ദംസെൽവ്സ്. ഓക്കെ. ഇനി ആവശ്യമെങ്കിൽ വി വിൽ അറേഞ്ച്. ഇപ്പൊ ക്യൂബക്കിലാണ്, ക്യൂബക്കിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ ക്യൂബക് ഒഫീഷ്യൽ ലാംഗ്വേജ് ഫ്രഞ്ച് ആണ്. കാനഡ ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞില്ല. 2 ഭാഷയാണ് മെയിൻ ആയിട്ട്, ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച്. ഓക്കെ. ഇത് അവിടെ TV ചാനൽസിലോ അല്ലെ എയർപോർട്ടിലോ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എല്ലാം. ഓക്കെ. ഇവൻ നമ്മൾ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കി കാണാം. ഓക്കെ. ജസ്റ്റിൻ ട്രൂഡോ ഹി ഈസ് ദ പ്രൈം മിനിസ്റ്റർ നൗ. ഓക്കെ. ഹി ഈസ് സപ്പോർട്ടിംഗ് ദ മൈഗ്രൻസ് എ ലോട്ട്. ഓക്കെ. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇംഗ്ലീഷ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫ്രഞ്ച് ഉണ്ടാവും. നമ്മൾ ചില പോസ്റ്റുകൾ ഇംഗ്ലീഷ് കൊടുക്കും, അത് മലയാളത്തിൽ കൊടുക്കുന്നത് പോലെ കാനഡയിൽ ഈ 2 ലാംഗ്വേജാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് പോകുന്ന PR എടുത്ത് പോകുന്ന കാൻഡിഡേറ്റ് അല്ലെങ്കിൽ അവരുടെ കുട്ടികൾ എല്ലാവരും സെക്കൻഡ് ലാംഗ്വേജ് എന്ന രീതിയിൽ തന്നെ ഫ്രഞ്ചും കൂടെ പഠിക്കാറുണ്ട്. കാര്യം once you learn French, it's very easy to get a job there. Not only English, French also. അപ്പൊ അതിനുള്ള ലാംഗ്വേജ് ട്രെയിനിങ്സും കാര്യങ്ങളും എല്ലാം അവിടെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അപ്പം ഈ മൈഗ്രന്റ് ആയിട്ടും അതുപോലെ തന്നെ വർക്ക് വിസ LMI, we prefer work visas. Instead of study visas, we prefer this work visa because we got the genuine employees. 100%. Okay. ജോബിനുണ്ട്. ആ ജോബ് അവര് ഇൻഡിവിജ്വൽ ഓൾറെഡി ഇപ്പം LMI കിട്ടാൻ വേണ്ടി കുറെ കാൻഡിഡേറ്റ് ഒണ്ടാരിയോയിലേക്കും ആൽബർട്ടയിലേക്കും, ആൽബർട്ട then comes to വാൻകൂവർ, ബ്രിട്ടീഷ് കൊളംബിയയിലേക്ക്, വാൻകൂവറിലേക്ക്. Okay. Many people are trying for the same. It is on the pipeline. It is on the pipeline. The കോവിഡിന് ശേഷം there are some limitations. അവർക്ക് ആവശ്യമുള്ള കാറ്റഗറിയിലേക്ക് മാത്രമാണ് ഇപ്പോൾ എന്ത് ചെയ്യുക, ഈ LMI ഇഷ്യൂ ചെയ്യുക. ലൈക്ക് കുക്ക്, ഷെഫ്, ഓക്കെ, ദെൻ ഫാം വർക്കേഴ്സ്, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, ഫാക്ടറി വർക്കേഴ്സ്, കെയർ ഗിവേഴ്സ് ആയിട്ടും എന്ത് ചെയ്യുക, ദേ ആർ ഇഷ്യൂസ് ദ LMI. ഇപ്പൊ കെയർ ഗിവർ ഐ വിൽ എക്സ്പ്ലെയിൻ ഇൻ ദ next slot. I will explain regarding the caregiver for the nurses. So all these things we are doing. അതിന് വേണ്ട പ്രോപ്പർ ലൈസൻസ് we have. Okay. കാൻഡിഡേറ്റിന്റെ ഫസ്റ്റ് വി അസസ് ദ ആപ്ലിക്കേഷൻസ്, അതിന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസുകൾ, ഓക്കെ, IELTS സ്കോറിന്റെ ഡീറ്റെയിൽസുകൾ, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തതിനു ശേഷം, ഓക്കെ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഈവൻ ഫോർ ഈ ഒണ്ടാരിയോ ഇമിഗ്രേഷൻ നോമിനേഷൻ പ്രോഗ്രാമിന് IELTS ഇവിടുന്ന് വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ. IELTS 4.5 മതി. അത് നമ്മൾ അവിടെ ചെന്ന് ജോബ് ചെയ്തിട്ട് 9 മാസം കഴിയുമ്പോഴാണ് നമ്മൾ PR കൊടുക്കുന്നത്. ആ PR കൊടുക്കുന്ന സമയത്തേക്ക് IELTS മതിയാകും. ബട്ട് ഐ ആം സജസ്റ്റിംഗ്, ഓക്കെ, നിങ്ങൾ കാനഡയ്ക്ക് ഇത്രയും ബെനിഫിറ്റ് ഉള്ള നല്ല സാലറി ഉള്ള ഫാമിലി സെറ്റപ്പ് ചെയ്യാൻ പോകുമ്പോൾ ബെറ്റർ യു ടേക്ക് ദ IELTS ഫ്രം ഹിയർ. ഞാൻ എപ്പോഴും അങ്ങനെ അഡ്വൈസ് ചെയ്യാം. കാര്യം ഒന്നും ബുദ്ധിമുട്ടാതെ നിന്നിട്ട്, ഓക്കെ, യു വോണ്ട് ഗെറ്റ് മച്ച്. നോ പെയിൻ നോ ഗെയിൻ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഓക്കെ. ഇത് ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മുടെ ലൈഫ് സെറ്റിൽഡ് ആണ്. സോ ഇവൻ ആപ്ലിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ചെയ്യാം, IELTS ജോയിൻ ചെയ്യാം. 4.5 ആണ്. അതും ജനറൽ വേണം. നമ്മൾ PR കൊടുക്കുക, വർക്ക് വിസയ്ക്ക് കൊടുക്കുമ്പോൾ IELTS 2 മോഡലുണ്ട്, ജനറൽ ആൻഡ് അക്കാഡമിക്. സോ അക്കാഡമിക് ദാറ്റ്സ് ഓൺലി ഫോർ ദ സ്റ്റഡി വിസ. സ്റ്റഡി വിസയ്ക്ക് ജനറൽ പറ്റില്ല. ദാറ്റ്സ് ഓൺലി ഫോർ ദിസ് അക്കാഡമിക്. നമ്മുടെ വർക്ക് വിസ അല്ലെങ്കിൽ PR വിസയ്ക്ക് IELTS ജനറൽ ആണ്. ദേ ആർ ഓൾവേസ് ആസ്കിംഗ്. സോ ഗോ ഫോർ ദാറ്റ് വൺ. ഓക്കെ. ഇനി നോർമലി ഫോർ സ്റ്റഡി വിസയ്ക്ക് ലാസ്റ്റ് ക്വാളിഫിക്കേഷൻ, നമ്മൾ ലാസ്റ്റ് കോഴ്സിന് ശേഷം 5 years അല്ല 5 വർഷത്തിൽ കൂടുതൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഫ്രം ദ ഡൽഹി എംബസി ദേ വോണ്ട് ഗിവ് ദ വിസ. ഓക്കെ. ഇൻ ദാറ്റ് കേസ് IELTS 6.5 വേണം, എല്ലാ മോഡലും 6 വേണം. ബട്ട് വി ഹാവ് ഓപ്ഷൻസ്. ഗ്യാപ്പ് ഉള്ളത് ആൻഡ് അപ് ടു ദ ഏജ് ഓഫ് 45, 45 വയസ്സ് വരെ പ്രായമുണ്ടെങ്കിലും, ഓക്കെ, IELTS എല്ലാ മോഡലും 6 ഉണ്ടെങ്കിൽ വിത്ത് ഫാമിലി ഉൾപ്പെടെ ഹസ്ബൻഡ്, വൈഫ്, കിഡ്സ് എല്ലാവരും ഉൾപ്പെടെ പോകാൻ പറ്റിയ ഓപ്ഷൻസും അവൈലബിൾ ആണ്. അതിന്റെ രീതികൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ ഓഫീസുകളുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടുക. കാര്യം കഴിവതും ഞാൻ ഫോണിൽ എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്യാറില്ല. കാര്യം ഡിസ്കസ് ചെയ്യാൻ തീരില്ല. അപ്പൊ നിങ്ങൾ ഇനി കാൻഡിഡേറ്റ് പലരും ഏത് ഓഫീസിലേക്കാണ് നമ്മൾ, എസ്പെഷ്യലി മലയാളിക്ക് നമ്മുടെ സമയമാണ് നമ്മൾ ഫോൺ വിളിക്കുക. നമ്മളെ വിളിക്കുന്ന ആളുടെ സമയം നമ്മൾ നോക്കാറേ ഇല്ല. നമ്മൾ ജോലി കഴിഞ്ഞ് വന്നു, വൈകിട്ട് 8 9 കഴിഞ്ഞു, ആ സമയത്ത് ഫോൺ എടുക്കുമ്പോൾ വിളിക്കുമ്പോൾ തോന്നുന്നു വിളിക്കാം. പ്ലീസ് ട്രൈ വെൻ യു മേക്ക് എ കോൾ, ആരെയാണ് വിളിക്കുക, അയാളുടെ സമയം കൂടെ ജസ്റ്റ് ഒത്തിക്കാൻ പറയും. ബേസ്ഡ് ഓൺ ദാറ്റ് വൺ യു ഹാവ് ടു കോൾ. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാ മൊബൈലും, ഇപ്പൊ എല്ലാ ഓഫീസിലും എല്ലാവർക്കും, ഇപ്പൊ എന്റെ സ്റ്റാഫാണെങ്കിലും എല്ലാവർക്കും ദേ ഹാവ് ദ കമ്പനി വാട്സ്ആപ്പ്. യു ക്യാൻ വാട്സ്ആപ്പ് ദം, അല്ലെങ്കിൽ ഇമെയിൽ ഒരു അപ്പോയിന്റ്മെന്റ് ആൻഡ് വിസിറ്റ് ഓഫീസ്. സോ ദെൻ യു ഗെറ്റ് ദ ക്ലാരിഫിക്കേഷൻ. ഇനി ഈ ക്ലാരിഫിക്കേഷൻ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. We are giving all the clarifications, all the assessment free of cost. Then only we are charging our registration fees.
മാസ്റ്റേഴ്സിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ ഇമെയിലിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഹാർഡ് കോപ്പീസ് ഒന്നും വാങ്ങാറില്ല. എവറിത്തിങ് ഈസ് ഓൺലൈൻ. എല്ലാം നമ്മൾ ഈവൻ എംബസിക്ക് പോലും നമ്മുടെ നോട്ടറി അറ്റസ്റ്റഡ് ഡോക്യുമെൻറ്റ്സ് മതി, ഓരോ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും. കാനഡയ്ക്ക് വേണ്ടി പ്ലീസ് ഡോണ്ട് ഗീവ് യുവർ ഒറിജിനൽ പാസ്പോർട്ട് ടു എനി വൺ. നിങ്ങളുടെ ഓരോ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും പ്രോസസ്സിംഗ് ടൈമത്ത് കനഡിയൻ എംബസിയോ അല്ലെങ്കിൽ ഇപ്പോൾ യൂറോപ്യൻ എംബസിയോ ഓരോ എംബസിയും ഓരോ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും ആവശ്യപ്പെടുന്നില്ല. നിങ്ങളുടെ പാസ്പോർട്ട് മാത്രം വിസ സ്റ്റാമ്പിങ്ങിൻ്റെ സമയത്ത് ബിക്കോസ് യു ഹാവ് ടു സബ്മിറ്റ് യുവർ പാസ്പോർട്ട് ഫോർ വിസ സ്റ്റാമ്പിങ്. അതുകൊണ്ട് ഞങ്ങളും നിങ്ങളുടെ ഓരോ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും കളക്ട് ചെയ്യാറില്ല. ഓൺലി സ്കാൻഡ് കോപ്പീസ് ഓർ നോട്ടറൈസ്ഡ് കോപ്പീസ്. ഓക്കെ. അപ്പം ഒരു ആപ്ലിക്കേഷൻ കിട്ടുമ്പോൾ ക്യൂബക്കിനാണെങ്കിൽ പോയിൻറ്റ്സ് അല്ലെങ്കിൽ AIPP ഓർ അല്ലെങ്കിൽ ഇപ്പോൾ എക്സ്പ്രസ് എൻട്രി, ഇനി വർക്ക് പെർമിറ്റിനാണെങ്കിലും ആ എക്സ്പീരിയൻസ് വി അസസ് യുവർ ആപ്ലിക്കേഷൻ ഫ്രീ ഓഫ് കോസ്റ്റ്. ഓക്കെ. ഇഫ് യു ആർ എലിജിബിൾ അല്ലെങ്കിൽ വി സേ നോ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് തന്നെ എന്ത് കൃത്യമായിട്ട് പറയും. അപ്പം പലരും ചോദിക്കുന്ന ചോദ്യമാണ്, മറ്റ് ഏജൻസികൾ ഇത് പറ്റുമെന്ന് പറയുമെന്നല്ലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്യുന്നല്ലോ എന്ന് പറയും. ഒരു ഏജൻസിക്കായിട്ട് പ്രത്യേക റൂൾസ് ഒന്നുമില്ല. ഏജൻസികൾക്കായിട്ട് ഒരു റൂളുമില്ല. ഗവൺമെൻറ്റിന് ഒരു റൂളേ ഉള്ളൂ. ഓക്കെ. അത് ആ റൂള് അത് പ്രകാരം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു ഏജൻസിയും കുറ്റപ്പെടുത്താറില്ല. അത് ഇറ്റ്സ് നിങ്ങളുടെ വില്ലാണ്. ഓക്കെ. നമുക്ക് എപ്പോഴും എളുപ്പമാർഗ്ഗമാണ്, അത്ര എളുപ്പമല്ല. ഓക്കെ. അപ്പം നിങ്ങൾ ഏജൻസി കൊടുക്കുന്നതിന് മുമ്പ് ഐ എം നോട്ട് ബ്ലെയിമിങ് എനി ഏജൻസി, ബട്ട് ഏജൻസികൾക്കായിട്ട് സെപ്പറേറ്റ് പ്രോഗ്രാംസ് ഇല്ല. എന്ത് പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും ആ പ്രോഗ്രാംസ് അവരുടെ വെബ്സൈറ്റിലുണ്ട്. വി ക്യാൻ ക്ലാരിഫൈ ഇറ്റ്. ഓക്കെ. അപ്പം എലിജിബിൾ ആണെങ്കിൽ ദെൻ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. രജിസ്ട്രേഷൻ ഫീസ് വിത്ത് GST ആണ്. നമുക്കിപ്പോൾ ഗവൺമെൻറ് റൂൾ വെച്ചിട്ട് GST ഉള്ള ഗവൺമെൻറ് ഫീസാണ്. ദെൻ യു ഹാവ് ടു പേ ദാറ്റ് എമൗണ്ട് ടു ദ അക്കൗണ്ട്. കഴിവതും ക്യാഷുമായിട്ട് ഓഫീസിൽ വരാതിരിക്കുക. യു ഹാവ് ടു ട്രാൻസ്ഫർ ദറ്റ് മണി ടു ദ അക്കൗണ്ട്. അതൊരു എവിഡൻസ് ആണ്. ഒരു കമ്പനി അക്കൗണ്ടിലേക്ക് GST ഉള്ള അക്കൗണ്ടിലേക്ക് GST ഉൾപ്പെടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുക. സോ യു ഹാവ് ടു ബി എ ഇന്ത്യൻ സിറ്റിസൺ. ഇന്ത്യയിലാകുമ്പോൾ നമ്മൾ ഇവിടുത്തെ ടാക്സ് കൊടുത്തു തന്നെ എന്ത് ചെയ്യുക, പോവാം. ഐ ആം എ 100% ടാക്സ് പേ. ഐ എം പ്രൗഡ് ടു സേ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയിൽ ട്രിവാൻഡ്രം POയുടെ കീഴിൽ ഏറ്റവും കൂടുതൽ GST അടച്ചിരിക്കുന്ന മാസ്റ്റേഴ്സ് അക്കാഡമിയാണ്. എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് അടച്ചതല്ല, ബിസിനസ് ചെയ്തു, അതിൻ്റെ ഇൻകം കിട്ടി, കാൻഡിഡേറ്റിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത്. ദ പ്രോപ്പർ GST വാട്ട് വി ഹാവ് പെയ്ഡ്. ഇവൻ 2018 ബഹ്റിൻ ഡിഫൻസ് ഫോഴ്സിൽ വി ആർ ദ ഒഫീഷ്യൽ റിക്രൂട്ടർ ഓഫ് ബഹ്റിൻ ഡിഫൻസ് ഫോഴ്സ്. നഴ്സസിന് വേണ്ടി ഏകദേശം 336 കാൻഡിഡേറ്റിനെ ഈ മൈഗ്രേറ്റ് സിസ്റ്റത്തിൽ കൂടെ ലിസൺ, ഒരു നേഴ്സിന് മിഡിൽ ഈസ്റ്റിലേക്ക് പോകണമെങ്കിൽ ഈ മൈഗ്രേറ്റ് സിസ്റ്റം വേണം. അത് വേണമെങ്കിൽ ഒരു പ്രോപ്പർ ഡിമാൻഡ് ലെറ്റർ വേണം, ഒരു പവർ ഓഫ് അറ്റർണി വേണം. അത് ഈ മൈഗ്രേറ്റ് സിസ്റ്റത്തിൽ എംപ്ലോയർ തന്നെ അപ്ലോഡ് ചെയ്ത് ഇന്ത്യൻ എംബസിയുടെ അപ്രൂവൽ വേണം. ഓക്കെ. എങ്കിൽ മാത്രമേ നമുക്ക് നേഴ്സസിനെ റിക്രൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ വി ഹാവ് ഡൺ ദ റിക്രൂട്ട്മെൻറ്റ്സ്. ഓക്കെ. ആ വർഷം 2018 ഇന്ത്യയിൽ നിന്ന് ഈ മൈഗ്രേറ്റ് സിസ്റ്റത്തിൽ കൂടെ ഏറ്റവും കൂടുതൽ നേഴ്സസ് പ്ലേസ്ഡ് ആയത് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, ദാറ്റ് ഈസ് ത്രൂ മാസ്റ്റേഴ്സ് അക്കാഡമി. ഓക്കെ. അത് പ്രോപ്പർ അവർ ഇൻ്റർവ്യൂ വന്നു. ഡൽഹിയിലും ബാംഗ്ലൂരിലും ലീല പാലസ് വെച്ചിട്ടായിരുന്നു ഇൻ്റർവ്യൂ. ഓക്കെ. അതുപോലെ ഇവിടുത്തെ UNA യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻസ്, ഇവിടുത്തെ നേഴ്സസ് അസോസിയേഷനൊക്കെ ശരിക്കും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഓക്കെ. അവർ വേണ്ട പബ്ലിസിറ്റി കൊടുത്തു. ആ റിക്രൂട്ട്മെൻറ്റ് വേണ്ട റിക്രൂട്ട് സ്റ്റാഫ് റിക്രൂട്ട് നേഴ്സസിനെ അവർ പറഞ്ഞു വിട്ടു. ഒരു ബിഗ് സപ്പോർട്ട് especially from the government. That time Sushma Swaraj was the minister. Madam helped us a lot. Face to face recruitment വേണ്ടി മാഡം നമ്മളെ ഹെൽപ്പ് ചെയ്തു. നോ ഹിഡൻ തിങ്സ്. ഇന്നത്തെ ഗവൺമെൻറ്റിൽ അവിടെ ഒരാൾക്കും നമുക്കൊരു കൈക്കൂലി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇഫ് യു ആർ ജെനുവിൻ യു വിൽ ഗെറ്റ് ദ പെർമിഷൻസ്. നമ്മുടെ PO ഓഫീസ്, പ്രൊട്ടക്ട് ഓഫ് ഇമിഗ്രൻസ് ഫ്രം ട്രിവാൻഡ്രം, ഈ റാന്നി ഹെഡ് ഓഫീസ് ആയതുകൊണ്ട് നമ്മൾ PO ട്രിവാൻഡ്രത്തിൻ്റെ കീഴിലാണ്. യു ക്യാൻ ചെക്ക് എവറിത്തിങ് ഓൺലൈൻ. ലൈസൻസിനെ കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓൺലൈൻ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ദെൻ ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ വി ഹാവ് എൻ എഗ്രിമെൻറ്റ്. ഒരു 200 രൂപ സ്റ്റാമ്പ് പേപ്പറിൽ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാവും. ആ 200 സ്റ്റാമ്പ് പേപ്പറിൽ എഗ്രിമെൻറ്റ് മീൻസ് ദാറ്റ്സ് ഫോർ യു ആൻഡ് മീ. കാര്യം ഇത്രയും ഓഫീസുകളുണ്ട്. കാര്യം പിന്നീട് ഓരോ സ്റ്റാഫും പല വിധത്തിലാണ് പറഞ്ഞത്, അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് എന്ന് പറയാതിരിക്കാൻ ആ എഗ്രിമെൻറ്റ് പ്രോപ്പറായിട്ട് ഓരോ പ്രോഗ്രാമിൻ്റെയും അതിൻ്റെ ഡീറ്റെയിൽസുകൾ, അതിൻ്റെ പ്രോസസ്സിങ് ടൈം, അതിൻ്റെ ക്യാൻസലേഷൻ, റീഫണ്ട് പോളിസി, എവറിത്തിങ് ഈസ് ദ എഗ്രിമെൻറ്റ്. ദാറ്റ്സ് ഗുഡ് ഫോർ ബോത്ത് ഓഫ് അസ്. ആ പേയ്മെൻറ്റും യു ആർ പേയിങ് ടു ദി ബാങ്ക് അക്കൗണ്ട്. അതും ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എന്ത് ചെയ്യുക, നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുക. ഓക്കെ. ഇനി ഓരോ പ്രോസസ് സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് തോന്നുന്ന പോലെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ആ ക്യാൻസലേഷൻ പോളിസി ഉണ്ട്, അതിനൊരു റീഫണ്ട് പോളിസി ഉണ്ട്. ദാറ്റ് ഈസ് എവറിത്തിങ് ഇൻ ദി എഗ്രിമെൻറ്റ്. എവറിത്തിങ് ഈസ് ക്രിസ്റ്റൽ ക്ലിയർ. വി പുട്ട് എവറിത്തിങ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നമ്മളെല്ലാം എഴുതി വെച്ചതിന് ശേഷമാണ് പ്രോസസ്സ് തുടങ്ങുക. പിന്നെ ഗവൺമെൻറ് റൂൾ വെച്ചിട്ട് ഇപ്പോൾ കോവിഡ്, ഓക്കെ, ദ പാൻഡമിക് വന്നതിന് ശേഷം ആരുടെയും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. ഇത് വന്നപ്പോൾ എവറിത്തിങ് സ്റ്റോപ്പ് സർവീ, എല്ലാ കാര്യങ്ങളും തകിടം പറഞ്ഞു. പുതിയ റൂൾസായി, പുതിയ സിസ്റ്റമായി. അപ്പോൾ അത്രയും ഡിലേ. ഇപ്പോൾ കഴിഞ്ഞ മാർച്ചിൽ എംബസി ഓപ്പൺ ആക്കിയതാണ്. ഓക്കെ. സോ ഇവൻ ലാസ്റ്റ് മൺഡേയിൽ കനഡിയൻ VFS ഓപ്പണായി. പക്ഷേ തേഴ്സ്ഡേയിലേക്ക് ഞങ്ങൾക്ക് 12 വിസ ഉണ്ടായിരുന്നു. വിസ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്റ്റാഫ് അവിടെ ചെന്നപ്പോൾ
VFS ക്ലോസ്ഡ് ആണ്, ബിക്കോസ് അവിടുത്തെ സ്റ്റാഫിന് കോവിഡ് പോസിറ്റീവായി. സി മൺഡേ ഓപ്പൺഡ് ബട്ട് തേഴ്സ്ഡേ ക്ലോസ്ഡ്. അപ്പോൾ ഇതെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതിനൊന്നും ഏജൻസി റെസ്പോൺസിബിൾ അല്ല. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ്. സോ ഇറ്റ്സ് എ ടു ആൻഡ് ഫ്രോ. വി ബോത്ത് ഹാവ് ടു വർക്ക്. അത് മനസ്സിലാക്കിയെങ്കിലേ ഇത് ഈ പ്രോസസ്സ് കൃത്യമായിട്ട് നടന്നു പോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇപ്പം ഈ AIPP തന്നെയാണെങ്കിലും 2018 സ്റ്റാർട്ട് ചെയ്തതാണ്. തുടങ്ങിക്കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പല കാൻഡിഡേറ്റ് ഇത് ക്യാൻസൽ ചെയ്തു. ഓക്കെ, പക്ഷേ അത് കിട്ടിയത് കഴിഞ്ഞ ആഴ്ചയില്ല. സോ ദെൻ ദർ കമ്മിങ് ബാക്ക്. അത് പലർക്കും ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല കാര്യം അത് ഞങ്ങൾ ഓൾറെഡി റീപ്ലേസ് ചെയ്തു. സോ ബിഫോർ ക്യാൻസലിംഗ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ദ പ്രോസസ് ഈസ്. സപ്പോസ് ഒരു സെയിം പ്രോഗ്രാമിന് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ഏജൻസികളിൽ നിന്ന് ആൾക്കാർ പോകുന്നു, ഇവിടുന്ന് മാത്രം ആൾക്കാർ പോകുന്നില്ല എങ്കിൽ ദാറ്റ് ഈസ് ദ മിസ്റ്റേക്ക് ഓഫ് us. ബട്ട് ഒരിടത്തുനിന്നും ആൾ പോകുന്നില്ല, അത് ഗവൺമെൻറ് റൂൾ ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് അവർ മിസ്റ്റേക്ക്. ദാറ്റ് യു ഷുഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഒരു നോ പെയിൻ നോ ഗെയിൻ. ഒന്നും കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റില്ല. സോ യു ഹാവ് ടു വെയിറ്റ് ഫോർ ദ സെയിം. ആ പ്രോസസ്സിംഗ് ഉണ്ട്, അതിന് ടൈമുണ്ട്. അതിന് നിങ്ങൾക്കൊരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യും. അപ് ടു ഡേറ്റിൽ കൃത്യമായിട്ട് ഓഫീസിൽ നിന്ന് എന്ത് ചെയ്യും, നിങ്ങളുടെ അപ്ഡേറ്റ്സ് ഇൻറ്റിമേറ്റ് ചെയ്യും. ദാറ്റ് ഇസ് ത്രൂ ദ മെയിൽ, വാട്സപ്പ് ആൻഡ് ബൈ ഫോൺ. ഈ രീതിയിൽ കാലാവസ്ഥ, അവിടുത്തെ ക്ലൈമറ്റ്, എസ്പെഷ്യലി കാനഡ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ടു കോൾഡ്. തണുപ്പാണ്, മൈനസാണ്, -52, 45, ടു മച്ച് കോൾഡ്. ഇനി ഈ കോൾഡ് കവറപ്പ് ചെയ്യുന്നത് ഞാൻ എല്ലാവരോടും പറയുന്ന, ഈ ഡോളർ വരുമ്പോൾ കോൾഡ് എന്ത് ചെയ്യും, അങ്ങ് മാറും. ബിക്കോസ് വെൻ ദ ഡോളർ ഇസ് കമ്മിങ് വി ഫോർഗെറ്റ് അബൌട്ട് ദ കോൾഡ്. ഓക്കെ, സെറ്റിലാണ് നമ്മുടെ ഫാമിലി, നമ്മൾ സമാധാനമാകുകയാണ്. ഓക്കെ, നമ്മളിവിടെ ജീവിച്ച് ഇവിടുത്തെ ജീവിതം മോശമാണെന്ന് ഒരിക്കലും പറയില്ല. ബട്ട് നമ്മളിവിടെ ജീവിച്ച് കഴിയുമ്പോൾ കുട്ടികളുടെ ഭാവി എന്തായി, അല്ല നമ്മുടെ വയസ്സായിക്കാൻ നമ്മുടെ കാര്യം എന്തായി, ഈ വക ടെൻഷൻസ് നമ്മൾ ഒത്തിരി അലട്ടും. ദെയർ മീൻസ് കുട്ടികളുടെ ഭാവി ദാറ്റ് ഈസ് സെറ്റിൽഡ്. ഓക്കെ, ആൻഡ് ഇപ്പം മലയാളീസ് എല്ലായിടത്തും ഇപ്പം ഈ കാനഡ മലയാളി അസോസിയേഷനൊക്കെ എല്ലാ പ്രൊവിൻസിലും, ഗൾഫിലേക്കാളും കൂടുതൽ അസോസിയേഷൻ അവിടെ, അവരെല്ലാം ഓണമൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്നു. നമ്മളെക്കാളും കൂടുതൽ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. So they enjoy the life with the family. That options are available. So come visit. Normally I say the taste of the pudding is in the eating. The taste of the pudding is in the eating. So taste and see how sweet it is. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു പലഹാരം ഉണ്ടെങ്കിൽ, ഒരു മധുരമുള്ള സാധനം പലഹാരം നമ്മുടെ കയ്യിരിക്കുകയാണ്. ഈ പലഹാരം കയ്യിൽ വെച്ചുകൊണ്ട് നമുക്കിത് മധുരമാണെന്നോ അല്ല കയ്പാണെന്നോ പറയാൻ പറ്റില്ല. ഇത് നല്ലതാണെന്ന് പറയണമെന്ന് ചെയ്യണം, ഒന്ന് ടേസ്റ്റ് ചെയ്യണം. സോ ജസ്റ്റ് ടേസ്റ്റ് ആൻഡ് സീ. ഒന്ന് ടേസ്റ്റ് ചെയ്യുക, then say how sweet it is. How sweet it is. ഇനി ഒരിക്കലും ഒരു പ്രകാരം എല്ലാവർക്കും ഒരുപോലെ രുചിച്ച് പറ്റില്ല. എല്ലാവരും ഒരുപോലെ. There's a phrase ഉണ്ടെങ്കിൽ we can't appease everyone. Appease means പ്രീതിപ്പെടുത്തുക. എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, ഒരു വർക്കും എന്ത് ചെയ്യുക, ചെയ്യാൻ പറ്റില്ല. ഈവൻ അറ്റ് ഹോം ഓൾസോ, വീടുകളാണെന്ന് പറയുമ്പോഴും നമുക്ക് എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, എല്ലാ സമയത്തും ജീവിക്കാൻ പറ്റില്ല. സോ there are 100% പെർഫെക്റ്റ് ആണ്, 100% സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ആണ്. I won't say. ബട്ട് ഐ എം 100%. ഞാൻ കാരണം എൻ്റെ സഹോദരി നിങ്ങൾ ഹാർഡ് ഏൺ ചെയ്തിട്ടുള്ള ഒരു പെനി, ഒരു 5 പൈസ എന്ത് ചെയ്യില്ല, ഞാൻ കാരണം നഷ്ടപ്പെടില്ല. പക്ഷേ നിങ്ങൾ പ്രോസസ്സ് തുടങ്ങി നമ്മളെ കൂട്ടി ഓക്കെ ജോലി അയച്ചു, അതിനുശേഷം ഓരോ ദിവസപ്രവൃത്തി പറയും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് യു ഹാവ് ടു പേ ഫോർ മൈ ടൈം. എൻ്റെ ടൈമിൽ നിങ്ങൾ തരണം, യു ഹാവ് ടു പേ ദ ചാർജ്. ഓക്കെ, ബട്ട് ദാറ്റ് ഈസ് കൗൺസിൽ ചെയ്തതിന് ശേഷമാണ്, നോട്ട് ഇൻ ദ ബിഗിനിങ്. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് us. ആൻഡ് മൈ കാൻഡിഡേറ്റ്സ് ആർ മൈ സ്ട്രെങ്ത്. ഒരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ അവരാണ് എന്ത് ചെയ്യുക, അവരുടെ ഫാമിലി ഫ്രണ്ട്സിനും എല്ലാവരും എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക. റെഫറൻസസ് ആർ ഇമ്പോർട്ടൻറ്റ്. ഇനി നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ കോൾ മീ. നിങ്ങൾ മറ്റുള്ള ഏജൻസികളിൽ രജിസ്റ്റർ ചെയ്തതാണെങ്കിലും സംശയം തീർക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഐ വിൽ ക്ലാരിഫൈ ഇറ്റ്. എനിക്കറിയാവുന്നത് പോലെ. ആ ക്ലാരിഫിക്കേഷൻ നോട്ട് ഫ്രം മൈ സൈഡ്, ദാറ്റ് ഈസ് ഫ്രം ദി ഒഫീഷ്യൽ സൈഡ്. ഒഫീഷ്യൽ ഇൻഫർമേഷൻ ഫ്രം ദി ഒഫീഷ്യൽ ലോയേഴ്സ്, നോട്ട് ത്രൂ ഫ്രണ്ട്സ്. ദാറ്റ് ഐ ക്യാൻ ക്ലാരിഫൈ ഇറ്റ്. Okay, thank you very much. Have a good day to everyone. കാനഡ മൈഗ്രേഷനെ പറ്റിയുള്ള ഈ വീഡിയോയുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാനഡ മൈഗ്രേഷനെ പറ്റിയുള്ള കൂടുതൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനിയുള്ള വീഡിയോകൾ സ്പെഷ്യലി നേഴ്സുമാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോകളൊക്കെ ആയിരിക്കും വരുന്നത്. അതുകൂടാതെ തന്നെ യൂറോപ്പ് മൈഗ്രേഷൻ, മാൾട്ട തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള മൈഗ്രേഷനെ പറ്റിയുള്ള ഇൻഫർമേഷനൊക്കെ ആയിരിക്കും വരുന്ന വീഡിയോകളിൽ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൺ ആക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുവരെ ഏവർക്കും ഗുഡ് ബൈ.